ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഹെലികോപ്റ്റർ കമ്പനിയാണ് ഈ പവൻ ഹാൻഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് പെർമനന്റ് വേക്കൻസിയിലേക്കും വിളിച്ചിട്ടുണ്ട്, അതുപോലെ കരാർ അടിസ്ഥാനത്തിലുള്ള പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ മെമ്പർഷിപ്പ് എടുക്കാം യൂട്യൂബിൻ്റെ. അപ്പോൾ യൂട്യൂബിൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേരളത്തിൽ എയർപോർട്ട് ജോലി ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ദിവസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. ക്യാബിൻ ക്രൂ അതുപോലെ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. ഒന്നെങ്കിൽ +2 ക്യാബിൻ ക്രൂയിലേക്ക് അപ്ലൈ ചെയ്യാം, +2 ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഡിഗ്രി മതി. വേറെ മറ്റു സർട്ടിഫിക്കറ്റ് കോഴ്സോ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ആ രീതിയിലുള്ളൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ റീസെൻ്റ് ചെയ്ത മറ്റു വീഡിയോസ് ഇതൊക്കെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസാണ്. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, മെമ്പർഷിപ്പ് എടുത്താൽ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹെലികോപ്റ്റർ കമ്പനിയുടെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അസിസ്റ്റൻറ്റ് HR നിങ്ങൾക്ക് കാണാം. ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ്, റെഗുലർ വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 10/7/2026 കേട്ടോ. ഓക്കെ, ഇത്രയും പോസ്റ്റ് നിങ്ങൾക്ക് 10/7/2026 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 19/6 ജൂൺ 19 മുതൽ നിങ്ങൾക്ക് 10/7 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 10/7 പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിലാണ്. ഇത് കോൺട്രാക്ട് ബേസ് ആണ്, അതായത് നിങ്ങൾക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയിലാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി അസിസ്റ്റൻ്റ് ആണ്, ഇതും കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്, നിശ്ചിത ഡ്യൂറേഷനിലേക്കാണ് വിളിക്കുക. പിന്നെ മറ്റേത് ഫസ്റ്റ് പറഞ്ഞ അസിസ്റ്റൻറ്റ് HR, ഇതിലേക്ക് നിങ്ങൾക്ക് റെഗുലർ പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് 4 സീരിയൽ നമ്പർ 4 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അസിസ്റ്റൻറ്റ് ഇതിലേക്കും കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. ഇതും അസിസ്റ്റൻറ്റ് HR ഇതൊക്കെ കരാറാണ്, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. പിന്നെ സ്റ്റേഷൻ ഇൻചാർജ് ഇതൊക്കെ ടെമ്പററി വേക്കൻസിയാണ്. ട്രെയിനി ടെക്നീഷ്യന് ടെമ്പററി വേക്കൻസിയാണ്. പിന്നെ ഫ്രഷ് ഹെലികോപ്റ്റർ പൈലറ്റ്, ഇത് നമുക്ക് പൈലറ്റ് ലൈസൻസ് ഒക്കെ വേണം, അത് നമ്മൾ നോക്കുന്നില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് നോക്കട്ടെ, അതിൻ്റെ ഡേറ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന സീരിയൽ നമ്പർ 1 മുതൽ സീരിയൽ നമ്പർ 7 വരെയുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ, പേജിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം, അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും പറയാം. അപ്പോൾ ഓരോ പോസ്റ്റും നമുക്ക് വ്യൂ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഓരോന്നിൻ്റെ നേരെ എനിക്ക് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഈ പോസ്റ്റൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് നമ്മൾ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, അസിസ്റ്റൻറ്റിൻ്റെ നേരെയുള്ള ആ ഒരു ലിങ്കിൽ നമ്മൾ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഓരോ പോസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ അസിസ്റ്റൻറ്റ് HR ആൻഡ് A എന്നുള്ള റെഗുലർ, അതായത് പെർമനൻറ്റ് വേക്കൻസിയുടേതാണ്. അപ്പോൾ പോസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കാണാം, ഒരു വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പേ സ്കെയിൽ ഇവിടെ കാണാം. ഇതിൽ പോസ്റ്റിൻ്റെ ലൊക്കേഷൻ ഒക്കെ കാണാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള, അതായത് നമുക്ക് എലിജിബിലിറ്റിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് വേണ്ടത്. ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡിഗ്രി മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും +3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഈ HR ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഡിഗ്രിക്ക് പകരമായിട്ട് മറ്റൊരു രീതിയിൽ അപ്ലൈ ചെയ്യാം. MBA അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ, ഈ പറയുന്ന HR അല്ലെങ്കിൽ HRM അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ PM ആൻഡ് IR, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഈ സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾ MBA അതല്ലെങ്കിൽ PG ഡിഗ്രി അതല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസും വേണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന HR ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് MBA ഓക്കെ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് സ്പെഷ്യലൈസേഷൻ ഇതായിരിക്കണം, ഒന്നെങ്കിൽ HR അല്ലെങ്കിൽ HRM ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പർ ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 10/7/2026. പിന്നെ ഇതിൻ്റെ ബേസിക് എത്ര, പിന്നെ HR മറ്റേ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ സിവിലാണ്. ഇത് കോൺട്രാക്ട് ബേസിലുള്ള കരാറിനുള്ള വേക്കൻസിയാണ്. പോസ്റ്റ് കോഡ് കാണാം. ഒരു വേക്കൻസി തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതിൽ ഡിപ്ലോമ ആണ്, സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് ഫ്രഷേഴ്സിലുള്ള വേക്കൻസി ഉണ്ട് കേട്ടോ, കാണിക്കാം. അപ്പോൾ ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 28 ഏജ് ലിമിറ്റ് വരുന്നത്.
പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ഇതിൻ്റെ ബേസിക് പേ കാര്യങ്ങളും ഒക്കെ കാണാം നിങ്ങൾക്ക്. ഈ ക്വാളിറ്റി അസിസ്റ്റൻറ്റ് ഇതും കരാർ അടിസ്ഥാനമുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ആണെങ്കിൽ ഈ പറയുന്ന AMEയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എയറോനോട്ടിക്കലിലോ ഉള്ള ഡിപ്ലോമ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല BSc ഏവിയേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഏതാണെങ്കിലും നിങ്ങൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ ഏവിയേഷനുമായി ബന്ധപ്പെട്ട്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പോസ്റ്റ് വരുന്ന അസിസ്റ്റൻ്റാണ്. ഇതും കരാർ അടിസ്ഥാനമുള്ള വേക്കൻസിയാണ്. ഇതിൽ നമുക്ക് 2 വേക്കൻസിയാണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ME അതല്ലെങ്കിൽ എയറോനോട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ BSc ഇൻ ഏവിയേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അടുത്തത് അസിസ്റ്റൻ്റ് HR ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും പ്ലസ് 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ IR ആൻഡ് PM 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയും വേണം. ഓക്കെ, ഡിഗ്രി മാത്രം പോരാ. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും പ്ലസ് 2 വർഷം ഡ്യൂറേഷനുള്ള IR ആൻഡ് PM ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഈ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മതി. ഇനി അതല്ല വെറും ഡിഗ്രി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ 28 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത പോസ്റ്റ് സ്റ്റേഷൻ ഇൻചാർജ് ആണ്. ഇതിലേക്ക് 2 വേക്കൻസി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി തന്നെയാണ് ഇവിടെയും പറയുന്നത്, വിത്ത് 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്, അതായത് 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ 2 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ, നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫൈനാൻസ് അല്ലെങ്കിൽ ഏവിയേഷൻ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് PG ഡിഗ്രിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ PG ഡിഗ്രിയോ അല്ലെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ളവർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ല നിങ്ങൾക്ക് PG ഡിഗ്രിയോ അല്ലെങ്കിൽ 2 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമയോ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫൈനാൻസ് അല്ലെങ്കിൽ ഏവിയേഷനോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനൊക്കെ ഉള്ള നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. ഓക്കെ, ഇനി 28 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് ട്രെയിനി ടെക്നീഷ്യനാണ്. ഇതിലേക്കാണ് കൂടുതൽ വേക്കൻസി. 13 വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രഷേഴ്സ് മേ അപ്ലൈ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് വേണ്ടത്. മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഈ പറയുന്ന ഡിസിപ്ലിനിൽ ഡിപ്ലോമയൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, മാക്സിമം അതിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് AME കോഴ്സ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ DGCA AME കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് കോഴ്സ് B1.3 അല്ലെങ്കിൽ B2 ഒക്കെ കാറ്റഗറി നിങ്ങൾ ഈ പറയുന്ന DGCA റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പ്രിഫറൻസ് ആണ്, മുൻഗണന എന്നുള്ളതാണ്. അപ്പോൾ മാൻഡേറ്ററി നിർബന്ധമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ AME കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് കോഴ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല. 25 ഏജ് ലിമിറ്റ് വരുന്നത്. 10/7/2026 കണക്കാക്കിയിട്ട് 16,500 ഇതിൻ്റെ റെമ്യൂണറേഷനായിട്ട് നമുക്ക് മന്ത്ലി ലഭിക്കുക. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോസ്റ്റാണ്. ട്രെയിനി ടെക്നീഷ്യൻ നല്ലൊരു സ്കീമാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റുന്ന നല്ലൊരു കാറ്റഗറിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ജസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മതി, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിപ്ലോമ മാത്രം മതി. ഇപ്പോൾ AME കോഴ്സ് നിർബന്ധമല്ല, ഇത് വേറെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടോ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മറ്റു കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റലായിട്ടും അയച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴിയായിരിക്കും അറിയിക്കുക. ഇടയ്ക്ക് നിങ്ങൾ മെയിലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതേ സെയിം സംഭവം തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്. ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം, ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 10/7/2026 ഉള്ളിൽ നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഒന്ന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫോട്ടോ ഒട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് ആ അപേക്ഷയും വെച്ച് നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്ക്
10/7/2026 ഉള്ളിൽ അയച്ചു കൊടുക്കണം. പിന്നെ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 384 രൂപയാണ് വരിക. അതുപോലെ തന്നെ SC ST അതുപോലെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് യാതൊരു ഫീസും ഇല്ല, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 384 രൂപ ഫീ ആയിട്ട് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്കത് DD എടുക്കാം കേട്ടോ. ബാങ്കിൽ പോയിട്ട് DD എടുക്കാം. അതിൻ്റെ ആവശ്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടച്ചാൽ മതി എന്നുള്ളതാണ്. നമുക്ക് എളുപ്പത്തിൽ അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പേജിലേക്ക് വരുന്ന കാണാം. പവൻ ഹാൻഡ്സ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം 22 ജൂനിയർ എഞ്ചിനീയർ. നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഇതിലൊക്കെ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് ഫോളോ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റോടെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് ഇതിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കാം. ഇനി നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനെ കാണാം. ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു പേജിലേക്ക് അതിൻ്റെ എന്താണ് ഈ പറയുന്ന പവൻ ഹാൻഡ്സ് ലിമിറ്റഡിൻ്റെ കരിയർ പേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്കിവിടെ കാണാം ഓരോ പോസ്റ്റും നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ വീഡിയോയിൽ കാണിച്ച അതിൽ നിങ്ങൾക്കിവിടെ അതിൻ്റെ നേരൊക്കെ സ്റ്റാർട്ടിംഗ് ഡേറ്റും അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വ്യൂ ചെയ്താൽ ഞാൻ നേരത്തെ കണ്ട പോലെ നിങ്ങൾക്കും കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ നേരപ്പുറത്ത് ഇതായിട്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേജ് ഇങ്ങനെ ലോഡായി വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി ആദ്യമായി വരുന്നവരാണെങ്കിൽ ന്യൂ യൂസർ എന്നുള്ള രജിസ്റ്റർ ഹിയർ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ പേരും മെയിൽ ഐഡിയും നമ്മളൊരു പാസ്വേഡ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകാം. ഞാനിപ്പോൾ ഓൾറെഡി മുൻപ് എപ്പോഴും അക്കൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇവിടെ അത് സേവായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കുക. ഇപ്പോൾ ഞാനതിൽ ലോഗിൻ ചെയ്തപ്പം അപ്ലൈഡ് പോസ്റ്റ് എന്നുള്ളിടത്ത് ഇവിടെ റിസൾട്ടൊന്നും കാണുന്നില്ല, കാരണം ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് അപ്ലൈ ഫോർ എന്നുള്ളത് കാണാം അവിടെ. ഓക്കെ, അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡ് അപ്ലൈ ഫോർ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ലോഗിൻ ചെയ്തിട്ട്. പിന്നെ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, അങ്ങനെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ ടെക്നീഷ്യനാണോ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പോസ്റ്റ് കോഡ്, റെഫറൻസ് നമ്പറൊക്കെ ഇവിടെ കാണാം. എന്നിട്ട് നമ്മുടെ മെയിൽ ഐഡിയും കാണാം. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്തു പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും വായിക്കണം നിങ്ങൾ. അതായത് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഫയൽ സൈസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാം റീഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്ത് അങ്ങനെ പോകാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളത് പ്രിൻ്റ് എടുത്തിട്ട് പോസ്റ്റലായിട്ടും അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാൻ മറക്കരുത്. രണ്ട് രീതിയിലും പാടെ ചെയ്താലേ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്